ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാൻ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ജാപ്പനീസ് സ്റ്റൈലിൽ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എഗ്ഗിന്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നിലേക്ക് നമുക്ക് എഗ്ഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കാം, മറ്റേതിലേക്ക് എഗ്ഗിന്റെ യോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാതും റെഡിയാക്കി വെക്കാം. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ്ഗിന്റെ യോക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ആ എഗ്ഗിന്റെ യോക്കും പാലും കൂടിയിട്ട് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വാനില എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എക്സ്ട്രാക്ട് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പാൻ കേക്കിന് എഗ്ഗിന്റെ സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ എസൻസ് ചേർത്ത് കൊടുത്താൽ എഗ്ഗിന്റെ സ്മെല്ല് ഉണ്ടാവും നന്നായിട്ട് പാൻ കേക്കിന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേറൊരു ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോഴാണ് നല്ല രീതിയിൽ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. സോഡയല്ല, ബേക്കിംഗ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായി പോവരുത്. നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. ഇങ്ങനെ സ്പൂണിൽ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എഗ്ഗ് വൈറ്റ് ആദ്യം തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒരു മീഡിയം മധുരമാണ് പാൻ കേക്കിന് ഉണ്ടാവുക. മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 3 പ്രാവശ്യമായിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ 5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് 3 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിൽ നിന്ന് വിട്ടു പോവാത്ത ഒരു പരുവത്തിൽ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ നമ്മുടെ എഗ് യോക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഈ എഗ്ഗിൻ്റെ വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫോഴ്സ് കൊടുക്കാതെ പതുക്കനെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം. ആ എഗ് വൈറ്റിൻ്റെ ആ ഫ്ലഫിനെസ് ഒന്നും പോവരുത്. ചെറുതായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യമായിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ്ഗ് വാനില എസൻസ് ചേർത്തപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഒട്ടും കൂടി പോവരുത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല. ഈ പാൻ കേക്കിന് നല്ല ടേസ്റ്റും ആയിരിക്കും. മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെയായിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പം തന്നെ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചും കൂടി ബാറ്റർ ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കനത്തിൽ ഈ പാൻ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതുപോലെ ഓരോ ഡ്രോപ്പായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇടയിൽ 1 മിനിറ്റ് കൂടുമ്പോഴേ ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടിഭാഗം ഒട്ടും കരിഞ്ഞു പോവുകയില്ല. അതുപോലെ തന്നെ ഈ പാൻ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടി കുക്കാകുമ്പോൾ ഇത് എടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാൻ കേക്ക് നന്നായിട്ട് കുക്കായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ തളിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്.
ഇനി തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അടിപൊളി സ്വാദിലുള്ള പാൻ കേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പാൻ കേക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ലാതെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനൊന്ന് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സ്പഞ്ച് പോലെ ഇരിക്കുന്ന പാൻ കേക്കാണ്. ഇത് വെറുതെ കഴിക്കാനായിട്ട് അടിപൊളി സ്വാദാണ്. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്